ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. പോക്കോ ബ്രാൻഡിൽ ഷവോമി പുറത്തിറക്കിയ പോക്കോ X2 എന്ന ഒരു മിഡ് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോൺ. അത് വളരെയധികം പോപ്പുലർ ആയ ഒരു ഡിവൈസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ കാത്തിരിപ്പിന് ശേഷം പോക്കോ X3 എന്ന മോഡൽ ഷവോമി പോക്കോ ബ്രാൻഡിൽ തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ്. 17,000 രൂപയാണ് പോക്കോ X3യുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പോക്കോ X3 അൺബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റ്, ലിക്വിഡ് കൂൾ ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 6000 mAh ബാറ്ററി, 33 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് സപ്പോർട്ടഡ് ആണ്. അത് ഈ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. 64 മെഗാപിക്സലിൻ്റെ AI ക്വാഡ് ക്യാമറ, സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഡുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓവർ വൈഫൈ സപ്പോർട്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 10 വോട്ടിൻ്റെ വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് പോസിബിൾ ആണ്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ വരുന്നത് UFS 2.1 സ്റ്റോറേജ് സിസ്റ്റം ആണ്. അതോടൊപ്പം LPDDR4X റാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡൽ കൊബാൾട്ട് ബ്ലൂ കളർ മോഡലാണ്. 6GB റാം, 128GB ഇൻറ്റേർണൽ മോഡലാണ്. നമുക്ക് സിം ഇജക്ടർ ടൂൾ, ഡോക്യുമെൻറ്റേഷൻ, ഒരു ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൊബൈൽ കേസും നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് പോക്കോ X3യിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ബ്ലൂ കളർ, അതായത് കൊബാൾട്ട് ബ്ലൂ എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കളർ മോഡലാണ് നമ്മളിപ്പോൾ ഇവിടെ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. നല്ല ഷൈനിങ് സർഫസാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ക്യാമറ പ്ലേസ്മെൻ്റ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് നമുക്ക് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സെൻസറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെയാണ്. ടോപ്പ് സൈഡിൽ നമുക്ക് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും, IR ബ്ലാസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ഇജക്ടർ ട്രേയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 33 വോട്ടിൻ്റെ ചാർജർ ബ്രിക്കും ടൈപ്പ് സി കേബിളും നമുക്ക് ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഒരു റെഡ് കളർ ലൈനിങ് ആണ് നമുക്ക് ആ USB-യുടെ ടിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കൃത്യതയോടുകൂടി തന്നെ മൊബൈൽ കേസിനകത്ത് സൂട്ടാക്കുന്നുണ്ട്. ഒരുവിധം ക്വാളിറ്റിയുള്ള മൊബൈൽ കേസ് തന്നെയാണ്. ഫോണിൻ്റെ ആ ഒരു അട്രാക്റ്റീവ് ലുക്ക് ആൻഡ് ഫീൽ കളയുന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൊബൈൽ കേസാണ്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഡിവൈസ് ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ സാർ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഹെഡ് വെയ്റ്റ് 0.747, ബോഡി വെയ്റ്റ് 0.615. കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊരു സാർ വാല്യൂ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് ഗെയിംസും മറ്റ് ആപ്ലിക്കേഷൻസും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുമോ നോക്കാം. തീർച്ചയായിട്ടും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ കാണുന്ന ഡീറ്റെയിൽസ്: MIUI വേർഷൻ 12.0.2, സ്റ്റോറേജ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 19.6GB ആണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ബാക്കി സ്പേസ് ആണ്, അതായത് ഏകദേശം 20GBയുടെ അടുത്ത് സിസ്റ്റം റിസർവ്ഡ് ആണ്. ബാക്കി ഒരു 110GBയുടെ അടുത്താണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10. നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് പോക്കോ X3യിൽ വരുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. നമ്മൾ ഡിവൈസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൽ വെക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഡിവൈസ് അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാണാനായിട്ട് സാധിക്കുന്നില്ല. പോക്കോ X3യിൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. ഫ്രണ്ട് സൈഡിൽ 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പ്രോ മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, നൈറ്റ് മോഡ്, 64 മെഗാപിക്സൽ മോഡ്, ഷോർട്ട് വീഡിയോ, പനോരമ, ഡോക്യുമെൻറ്റ്സ്, വ്ളോഗ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, AI വാട്ടർമാർക്ക്, ലോങ് എക്സ്പോഷർ, ക്ലോൺ എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720 180p വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. റിയർ ക്യാമറയിൽ നമുക്ക് 720 180p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 4K വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 180p ആണെങ്കിൽ നമുക്ക് മാക്സിമം 60 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോക്കോ X3യിലും പോക്കോ X2യിലെ പോലെ തന്നെ ഹൈബ്രിഡ് കാൾ സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 സിം കാർഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അങ്ങനെ ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.